ഹായ് ഫ്രണ്ട്സ്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പറമ്പിലുള്ള പഴവർഗ്ഗ ചെടികളിലുണ്ടായ കായ്കളൊക്കെയാണ് കാണിക്കുന്നത്. അത് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പുറത്ത് പോയിട്ടൊന്നും വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ പരമാവധി ആർക്കും കഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഓരോ പ്രാവശ്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ സമയത്തും ഓരോന്നും നമ്മുടെ പറമ്പിൽ നിന്ന് പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. അതൊരു വലിയൊരു അനുഭവമായിട്ട് കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത് എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പരമാവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ കൊച്ചു സന്തോഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് കായ്കളൊക്കെ ഉണ്ടായി. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അവർ നമ്മളെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം ഇപ്പം ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും നമുക്ക് പുറത്ത് പോയൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ശിവൻചേട്ടൻ പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് പേരയ്ക്ക കൊണ്ടുവരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. അപ്പോൾ അങ്ങനെ ഓരോ തരം ഫ്രൂട്ട്സും നമുക്കിത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ചെറിയ സംഭവമാണെങ്കിലും അതുപോലെ പച്ചക്കറികളാണെങ്കിലും ഒക്കെ കിട്ടും. ഇത് കണ്ടോ, ഇവിടെ 2 വാഴക്കൊല നിങ്ങൾക്ക് കാണാം. 2 എണ്ണം അല്ല കേട്ടോ, എനിക്ക് കാണിച്ചു തരാം. 2 എണ്ണം കണ്ട. ഇത് ഞങ്ങൾ പഴം തീറ്റയാണ് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് കണ്ട. അവിടെ 2 പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വാഴയിലൊക്കെ എല്ലാം കുലച്ച് എല്ലാത്തിലും കായ്കൾ നന്നായിട്ട് പഴുത്ത് വരുന്നു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ 2 കാര്യമാണ് ചെയ്തത് കേട്ടോ. ഒരെണ്ണമെന്ന് പറയുന്നത് നമ്മളത് അരിഞ്ഞിട്ട് വൈനുണ്ടാക്കി. അത് സ്റ്റീവൻ ചേട്ടനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ വിളിക്കാം, എങ്ങനെയാണെന്ന് ചോദിക്കാം. ഹേയ് വരൂ. വൈനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ പഴുത്ത പഴം തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തു. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അത് ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിൽ ഒരു സ്റ്റെപ്പ് ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മൾ ഏലക്കായ ഇട്ടു, കറുവപ്പട്ട ഇട്ടു, അതുപോലെ ഗ്രാമ്പൂ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രഷായ ജാതിക്ക കിട്ടിയതിൻ്റെ 2 ജാതിക്കയുടെ അതെല്ലാവരും ഇടാറില്ല എന്ന് തോന്നുന്നു. ഞാൻ ജാതി പത്രി ഒരെണ്ണം എടുത്തിട്ട് അത് കീറി അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടു, പഞ്ചസാര ഇട്ടു. അങ്ങനെ അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ സാധാരണ വൈൻ ഉണ്ടാക്കണ മാതിരി തന്നെ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഇനിയൊരു പ്രാവശ്യം പഴം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ പഴം ആവാറായിട്ടുണ്ട്, വീണ്ടും ഇങ്ങനെ വൈൻ ഉണ്ടാക്കാം. അപ്പോൾ ആ വൈനിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇത് ഓവർ മധുരവും കാര്യങ്ങളും ഇടാതിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ വളരെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ അതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പഴം കൂടുതലുള്ള സമയത്ത് അത് വെറുതെ പഴുത്ത് പോവാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വേനൽക്കാലത്താണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ആണ് നമുക്ക് പഴം അരിഞ്ഞിട്ട് ഉണക്കുക എന്നുള്ളത്. അത് നല്ല വെയിലുള്ള സമയത്ത് ചെയ്യാവുള്ളൂ. അപ്പം ഞങ്ങളിത് എല്ലാം അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ചീഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഇടരുത്, അത് നമ്മൾ മാറ്റി വയ്ക്കുക. നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. പഴം നമ്മളിങ്ങനെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പഴമൊക്കെ തീരുന്ന സമയത്ത് നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് മരിയെ പറഞ്ഞതനുസരിച്ചാണ് ഞാനിതിങ്ങനെ ചെയ്തത്. ഞാനിതിങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന പഴത്തൊലിയില്ലേ, അതും നല്ലൊരു വളമാണ്. നമുക്ക് പല രീതിയിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് ചെടിക്ക് വളം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പഴത്തൊലി അരിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് 30 മിനിറ്റ് വയ്ക്കുക. അത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ചെടികൾക്ക് ദ്രാവക രൂപത്തിലുള്ള വളമായിട്ട് നൽകാം. ചെറിയ ചെടികൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചെടി വളരെ വേഗത്തിൽ വളരുന്നതായിട്ട് കാണാം. ഇതിന് നമുക്ക് റോസിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടു. പിന്നെ ഞങ്ങൾ ഓവർ പഴം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വളം ശരിയാക്കുന്ന കൂട്ടത്തിൽ ഇത് മിക്സിയിൽ അടിച്ച് അതിൽ ചേർക്കും. ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഡിയാക്കി ഇത് ഇപ്പോൾ നമ്മൾ ശരിക്കും ശർക്കര ചേർക്കണതിന് പകരം ഈ പഴം ചേർത്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് പൊളിച്ച്. അപ്പോൾ 5 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ശീമക്കൊന്നയുടെ ഇലയും ചാണകവും ഒക്കെ ഇട്ടേക്കണതാണ്. വളരെ ക്ലിയർ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നാളെ ഞങ്ങളതെടുത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളും ഇല്ലല്ലോ. ഓവർ മഴ വന്ന സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ അത്ര നല്ലതല്ല. അപ്പോൾ ആ മഴ വന്നേക്ക് മുമ്പ് തന്നെ നമ്മളിതൊക്കെ കൊടുത്ത് നല്ല ഓക്കെ ആയി എന്നാൽ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരെയും കാര്യങ്ങൾ ചെയ്യും. മഴയില്ലാത്ത സമയത്ത് വേണം വളം ചെയ്യാനായിട്ട്. അതിപ്പോൾ ഈ ഒരു മഴക്കാലത്താണെങ്കിലും ലിക്വിഡായിട്ടുള്ള വളമാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് അത് വലിച്ചെടുത്ത് അതിന് പ്രവർത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലത് അതുതന്നെയാണ്.
അപ്പോൾ ഈ പറമ്പിലെ റംബൂട്ടാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, കായ്ച്ചത്. അപ്പോൾ അതാണ് കാണിക്കാൻ പോണത്. കണ്ട, നമ്മൾ ഒരു കൊല പൂത്തുള്ളൂ, അപ്പോഴേക്കും ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ വന്നു. പിന്നെ ഇതൊക്കെ കിളിർത്ത് പോയി. അടുത്ത കൊല്ലത്തേക്ക് ഇതുമൊക്കെ കായാവും. അപ്പോൾ അതുമേ അധികം പൂവുണ്ടായില്ല, പക്ഷേ 2 കായുണ്ട്. ഇവിടെ മുകളിലൊരു കൊല. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡെയിലി കഴിക്കാൻ പറ്റിയ ഒന്നാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇതിൻ്റെ പച്ചയായ കായ ഒരു 5 എണ്ണം എടുത്ത് ദിവസവും കഴിക്കുക. നല്ലതാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കാനും ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. എനിക്ക് തേൻ വേണം. തേൻ എടുത്തു തരുമോ? എന്നാലും വാഴക്കൂമ്പിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നതിനെ തടയും. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും വാഴക്കൂമ്പ് കറിവെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇരുമ്പിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാവാറുണ്ട്, അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ ഒന്ന് അകറ്റാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിക്കുക. ഇങ്ങനെ പോക്ക കാണുമ്പോൾ തേൻ കുടിക്കുന്നവരാരൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ പേര് പോക്ക എന്നാണ് ഞങ്ങളുടെ സ്ഥലത്ത് പറയണത്. ഇതിന് ഇവിടെ പറയണ വാഴക്കൂമ്പ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയണുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശിവൻ ചേട്ടൻ പുതിയൊരു പേര് പറഞ്ഞ് കുടപ്പൻ. ശരിയാണ് കേട്ടോ. ഇപ്പം അടുത്ത ആളിവിടെ ഫിഷിന് തീറ്റ കൊടുക്കുകയാണ്. നമ്മളങ്ങനെ മാങ്ങ പൊട്ടിക്കാൻ പോകാം. ഒരു 2 സ്റ്റെപ്പ് പൊട്ടിച്ചു, അടുത്തത് പൊട്ടിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഓരോ കുടിലേലും മൂവണ്ടമാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു കൊലയിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, പലതുണ്ടാവില്ല. ഇത് ഒരു കുടിലയിൽ തന്നെ ഇപ്പം ഞാൻ പഠിച്ചതിൽ 8 എണ്ണം ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിന് പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചിലപ്പോൾ കിട്ടില്ല, 2 എണ്ണം താഴ്ക്കും. ഇതിപ്പോൾ 3 എണ്ണം ഉള്ളതാ പൊട്ടിക്കാം. പൊട്ടിക്കില്ല. ഒരെണ്ണം കൂടി നല്ല വെയിറ്റുള്ള മാങ്ങയാണ്. ഈ സാധനം കീറരുത് അല്ലേ? ഇത് നല്ല തുണിയല്ലേ. ഇത് ആദ്യമായിട്ടുണ്ടായിപ്പോൾ നമുക്കൊരു 150 ഗ്രാമുള്ള ഒരു മാങ്ങയാണ് കിട്ടിയത്. ഇതിപ്പോൾ 500 ഗ്രാം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പൊട്ടിച്ചിട്ട് തൂക്കി നോക്കി, 1/2 കിലോ ഉണ്ടായിരുന്നു. അത് നമ്മൾ മറ്റേ ഉലുവ കഷായം ചെയ്തേ പിന്നെ വന്ന വ്യത്യാസമാണ്. സാധാരണ എല്ലാ കൊല്ലവും 2 അല്ലെങ്കിൽ 3 മാങ്ങ ഉണ്ടാവും. ഞങ്ങൾ മാങ്ങയെല്ലാം ഇപ്പോൾ പറിക്കുന്നത് ഈസി തോട്ടി ഉപയോഗിച്ചിട്ടാണ്. ഇവരുടെ ലാഡറും അതുപോലെ തന്നെ തോട്ടിയാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. പലരും ചോദിച്ചത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ആയിട്ടൊരു വീഡിയോ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി കാണുക കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ബഡ് ഓറഞ്ചാണ്, അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയും. കൊറോണ കാലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് വൈറ്റമിൻ സി. അല്ലേ, നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് വൈറ്റമിൻ സി ഇതുപോലുള്ള ഫ്രൂട്ട്സുകളിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഞങ്ങളുടെ പപ്പായ മരമാണ്. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൃഷിലോകത്തിലെ ഒരു സബ്സ്ക്രൈബർ ശ്രീലത പറഞ്ഞതനുസരിച്ച് ഞാൻ പപ്പായയും പരിപ്പും കൂടി പുളിങ്കറി വയ്ക്കാനായിട്ട് പറിച്ച് വെച്ചിരിക്കുന്നതാണ്. കൃമിശല്യം അകറ്റാനും ദഹന പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ടും പച്ച പപ്പായ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മാങ്കോസിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഏത് പ്രദേശത്തും നന്നായിട്ട് വളരുമെങ്കിലും നന്നായിട്ട് വിളവ് കിട്ടാനായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശങ്ങളിലാണ് നല്ലത്. പിന്നെ മണ്ണിൻ്റെ കാര്യത്തിൽ നല്ല ജൈവാംശമുള്ള മണ്ണ്, അതുപോലെ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് വേണ്ടത്. ഇപ്പോൾ വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കി ആ മണ്ണിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ജലാംശമുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും പുഷ്പിക്കുന്ന സമയത്ത് നമ്മൾ നന കുറയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിന് അങ്കുരണശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ വിത്ത് എടുത്ത് നമ്മൾ ഉടനെ തന്നെ നടണം, ഇല്ലെങ്കിൽ ഇത് കിളുത്ത് വരില്ല. അതുപോലെ തന്നെ എല്ലാ വിത്തിലും കായ ഉണ്ടാകണമെന്നില്ല. വിത്ത് നട്ട് കിളിർത്ത് അത് വരാനായിട്ടൊരു 3 ആഴ്ചയൊക്കെ എടുക്കും കേട്ടോ.
2 വർഷമായ തൈയാണ് പറിച്ച് നടാനായിട്ട് ഏറ്റവും നല്ലത്. 4 വർഷം വരെയെങ്കിലും നമ്മൾ തണൽ കൊടുക്കണം. അല്ലെങ്കിൽ നല്ല വേനൽ സമയത്ത് ഇതിൻ്റെ ഇല കരിയുന്നതായിട്ട് കാണാറുണ്ട്. കൃത്യമായിട്ട് വളങ്ങൾ നൽകിയും അതുപോലെ നല്ല രീതിയിൽ പരിചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാങ്കോസ്റ്റിൻ മരങ്ങളിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടും. നമ്മൾ മധുരക്കിഴങ്ങ് നടന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഇട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിളവെടുത്തപ്പോൾ ഞങ്ങൾക്ക് അത് വീഡിയോ പിടിക്കാനും കാര്യങ്ങളും സൗകര്യം കിട്ടിയില്ല. കാര്യം മറ്റേ നമ്മളുടെ മാങ്കോസ്റ്റിനും റംബുട്ടാനും ഒക്കെ മൂടലും കാര്യങ്ങളും വളമിട്ട് മൂടലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ സാധാരണ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പണിക്ക് ആളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നാലെ അവർക്ക് വളമിട്ട് കൊടുക്കാനും കാര്യങ്ങളുമായിട്ട് പോകും. അപ്പോൾ ചേച്ചിയും കൂടി വരാണെങ്കിലാണ് ഈ വീഡിയോ പിടിക്കലും കാര്യങ്ങളും ചെയ്യുന്നത്. അന്നപ്പോൾ ഇവിടെ ഓഫീസിലെ തിരക്കും കാര്യങ്ങളും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെ വിളവെടുത്തു. അപ്പോൾ മണ്ണിളക്കം കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള നല്ല കിഴങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ല മണ്ണിളക്കം കുറവാണെങ്കിൽ ഇത് കുറച്ചേ ഉണ്ടായി കിട്ടിയുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിൽ വേണ്ടത് ഉണ്ടായി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിലെത്തും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.